വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. പിശാച് പറയും നമുക്കിവിടെ താമസമില്ല, സലാം പറഞ്ഞുകൊണ്ട് കയറണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം. വിശിഷ്യ പ്രഭാത സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയുടെ പാരായണം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണം. മഹാനായ റസൂലുള്ളാഹിക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്ന കാര്യങ്ങളിൽ അവിടുന്ന് എണ്ണിപ്പറഞ്ഞത് നമസ്കാരമാണെങ്കിൽ ഫർള് നമസ്കാരങ്ങൾ പള്ളിയിലാണ്. എന്നാൽ പള്ളിയിലേക്ക് പോകാൻ സാധിക്കാത്ത സ്ത്രീകൾക്കും പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുന്ന പുരുഷന്മാർക്ക് നമസ്കാരത്തിന് മുമ്പും ശേഷവും രാത്രി നമസ്കാരമൊക്കെ നമസ്കരിക്കാൻ നമ്മുടെ വീട്ടിലൊരു സ്ഥലം വേണം. ഒരു മുസല്ലയുടെ സ്ഥലമെങ്കിലും അവിടെ വേണം. അങ്ങനെ വീട്ടിൽ വെച്ച് നമസ്കാരം ഉണ്ടായിരിക്കണം. അതേപോലെ എന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് വരണമെങ്കിൽ സമ്മതം ചോദിക്കണം. അല്ലാതെ എനിക്ക് കയറി വരാൻ പാടുണ്ടോ? ഇല്ല. ഇനി ഒരു വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാ റൂമിലും പോകാൻ പറ്റുമോ? എന്റെ മാതാവും പിതാവും വിശ്രമിക്കുന്ന റൂമിലേക്ക് ഉച്ചക്ക് ശേഷമോ രാത്രിയോ രാവിലെയോ എനിക്ക് പ്രവേശനമുണ്ടോ? ഇസ്ലാം പറയുന്നു ഇല്ല. അപ്പോ ചില അതിർവരമ്പുകൾ കയറാൻ, വീട്ടിൽ കയറിയാൽ തന്നെ വേറെയും ചില അതിർവരമ്പുകൾ അല്ലെ? ഈ അതിർവരമ്പുകളല്ലേ ധാർമ്മിക നിലനിർത്തുന്നത്? നമ്മൾ എന്ത് ചെയ്തു? ഈ ചുമരുകളെല്ലാം തച്ചുടച്ചു. ഒരൊറ്റ റൂം, അവിടെ ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്നു, അല്ലാത്തവരും കിടക്കുന്നു. എന്തായിരിക്കും ആ വീടിന്റെ അവസ്ഥ? അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ വീട്ടിൽ വെച്ച പെട്ടി, സീരിയൽ. ആ സീരിയലിലൂടെ ഈ അതിർവരമ്പുകൾക്കുള്ളിൽ നടക്കുന്നത് മുഴുവൻ കുടുംബം ഒന്നിച്ചു കാണുന്നു. ആ വീട്ടിൽ നിന്ന് ഒരു അന്യമതക്കാരനോടൊപ്പം പെൺകുട്ടി ഓടിപ്പോയാൽ, സ്വന്തം ആൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ ബൈക്കിന്റെ പിന്നിൽ വെച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ധാർമ്മികത തകർക്കുന്ന, ജീവിതത്തെ മിനി തിയേറ്ററുകളായി മാറ്റുന്ന അവസ്ഥ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാമിലി മീറ്റുകൾ നല്ലതാണ്. ഒരേ നാട്ടുകാർ, ബന്ധക്കാർ പരസ്പരം ഇടക്ക് ഏകിച്ചേരണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരൊന്നും ഇല്ലാത്ത പ്രദേശമാണ് ഗൾഫ്. പക്ഷേ ആ ഫാമിലി മീറ്റുകളിലും പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുമ്പോൾ നാം ദീനിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളും കൈകടിക്കേണ്ടി വരും, ദുരന്തങ്ങൾ ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നു, ലാ യഖ്ലുവന്ന അഹദുകും ബിംറഅത്തിൻ ഫഇന്ന ശൈത്താന സാലിസുഹുബാ. ഒരാണും പെണ്ണും ഒരിടത്ത് ഒറ്റക്കാകാൻ പാടില്ല. മൂന്നാമതായി അവിടെ പിശാചുണ്ടാകും. ഞാൻ തക്കുവള്ളാളാണ്, അദ്ദേഹം തക്കുവള്ളാളാണ്. ഏറ്റവും വലിയ തക്കുവള്ള റസൂലുള്ള പറയാണ്, അത്തരം ഒരു രംഗം ഒഴിവാക്കണം. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേറൊരാളെ വിളിച്ചിട്ട് രണ്ട് പെണ്ണും ഒരാളാകട്ടെ, അല്ലെങ്കിൽ മറ്റോ വരുമ്പോ ബൈക്കിന് മുന്നിൽ മറ്റൊരു പുരുഷനുണ്ടാകട്ടെ, ഒരാണും പെണ്ണും ഒറ്റക്കായി പോകരുത്. അത്തരം അവസരങ്ങൾ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വിരുന്ന് വരികയും മറ്റും ചെയ്യുന്ന കുട്ടികളെ, പ്രായപൂർത്തിയെത്തിയ കുട്ടികളെ മാറ്റിക്കിടത്തണമെന്ന് പഠിപ്പിച്ചു. കുട്ടികൾ എവിടെങ്കിലും കിടക്കട്ടെ, അല്ല, നീ ആ വീടിന്റെ നാഥനാണോ, നിനക്കവിടെ ഉത്തരവാദിത്തമുണ്ട്. ബാപ്പയാണ് ഉമ്മയാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, ഉത്തരവാദിത്തം നിർവഹിക്കണം. ആ രംഗങ്ങൾ തന്ത്രപരമായി ഒഴിവാക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെ കുടുംബമാകുന്ന അടിസ്ഥാന ഘടകത്തിൽ ഇമ്പം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അതുണ്ടാകണമെങ്കിൽ അവിടെ ദീന് വേണം. നമ്മൾ വീട്ടിൽ നിന്ന് സുബഹിക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം വേണം. അവർക്ക് നോക്കൂ, വിശിഷ്യ വീട്ടിൽ ഭാര്യമാരും കുട്ടികളും മാത്രം ഉണ്ടായിരിക്കെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ, ശരിയാണ്, ജോലി ചെയ്യാൻ വന്നവരാണ് നമ്മൾ. ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിൽ തിരിച്ചു വന്ന് വീണ്ടും ബിസിനസിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോ എന്തിനാ കുറെ ആളുകളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്? എന്തിനാണ്? അവരോട് നിനക്ക് ബാധ്യതയുണ്ട്. സെൻട്രൽ ജയിലിൽ പൂട്ടി പോകുന്നവരെ എങ്കിൽ ആ ജയിൽ ഭാര്യയും ഭർത്താവും തീരുമാനിച്ച് സ്വീകരിച്ചതാണ് ഈ ഗൾഫിൽ. പക്ഷേ അവർക്ക് ശാന്തി കിട്ടണം, അവർക്ക് സമാധാനം കിട്ടണം, അവർക്ക് ഭർത്താക്കന്മാരുമായി ഉപ്പയുമായി കൊഞ്ചിക്കൊഴയണം, അവർക്ക് തമാശ പറയണം. അതിനുള്ള ഹക്ക്, അതിനുള്ള ബാധ്യത അവർക്കുണ്ട്. അതവർക്ക് വകവെച്ചു കൊടുക്കണം. അതോടൊപ്പം സഹോദരിമാരെ, ഒന്നിച്ച് തീരുമാനിക്കുക, നമുക്ക് സമാധാനം വേണം. ആ സമാധാനം എവിടുന്ന് കിട്ടും? നാഥന്റെ പക്കൽ നിന്ന് മാത്രമാണ് ആ സമാധാനം നമുക്ക് കിട്ടുക. നാഥന്റെ പക്കൽ നിന്നുള്ള ആ സമാധാനം കിട്ടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പടച്ചവനിലേക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. ഞങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഓടിയെടുക്കണം. അങ്ങനെ പടച്ചവനിലേക്ക് മടങ്ങണമെങ്കിൽ അതിനുള്ള എത്രയെത്ര അവസരങ്ങൾ ഇവിടെ വന്നത് അതിനുള്ള ഒരു അവസരമാണ്. അതേപോലെ ഈ ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്റർ ദീൻ പഠിക്കാൻ, ഖുർആനും ഹദീസും പഠിക്കാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഫാമിലി മീറ്റായി
QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളായി, ലേഡീസ് ക്ലാസ്സായി, ഇങ്ങനെ ഒട്ടേറെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറങ്ങൂ വീട്ടിൽ നിന്ന് ഫാമിലി സഹിതം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളാകാൻ, സന്തോഷം പങ്കിടുന്ന അവസ്ഥ ഉണ്ടാകാൻ, ദീനിന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വളരെ ബോധപൂർവം നാം പരിശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നാഥനിലേക്ക് മടങ്ങാനെല്ലാം ഈ സുന്ദരമായ അവസരം റമദാൻ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമാണ്. റമദാനുമായി ബന്ധപ്പെട്ട എത്രയെത്ര സംശയങ്ങളുണ്ട്. റമദാൻ തുടങ്ങും മുമ്പ് തീർക്കുക. ബഹുമാന്യ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ KK സക്കരിയ സലാഹി, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർവാഹക സമിതി അംഗം കൂടിയായ ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ റമദാനിനെ കുറിച്ച്, അതിന്റെ വിധി വിലക്കുകളെ കുറിച്ച് ഖത്തറിലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയാൻ അദ്ദേഹം തയ്യാറാണ്. അല്പം ഒരു ആരോഗ്യകരമായ ഒരു പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹം നമ്മോട് സംസാരിക്കും. ആ സംസാരം അല്പം നേരം കൂടുതൽ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. നാം ആഗ്രഹിച്ച് ദീനി വിജ്ഞാനം കരഗതമാക്കുക എന്ന സന്തോഷത്തോടുകൂടിയുള്ള നീയത്തോടുകൂടി നാം ഇശ കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള ബോധപൂർവമായ ഒരു മനസ്സോടുകൂടി തിരിച്ചു പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ധാർമ്മികത നിലനിർത്താൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ, ഈമാനോടുകൂടി നന്മയുടെ വിയർപ്പിന്റെ തുള്ളികളോടുകൂടി ഈ ലോകത്ത് വിട പറയാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.